നരേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇവിടേക്ക് വന്നിട്ടുണ്ടമ്മേ. അയാളും ഈ വീടുമായിട്ട് എന്തോ ബന്ധമുണ്ട്. നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അതോടെ എല്ലാം തീർന്നു. തലനാരിഴിക്കാം രക്ഷപ്പെട്ടത്. അയാള് പോകുന്നത് വരെ ഇതിനകത്തിരിക്കാം. അതേ ഒരു മാർഗമുള്ളൂ. Madam is calling. Come to kitchen. ഞാൻ വരാം. No, no. Come with me. കുറെ നേരം ആയല്ലോ നീ ആലോചന തുടങ്ങിയിട്ട്. ഇത് നീ നേരത്തെ ആലോചിച്ചിരുന്നെങ്കില് മണിമാല ഇപ്പൊ എന്റെ കയ്യിലിരുന്നേനെ. ശ്രമിക്കാത്തോണ്ടല്ലോ ചേച്ചി. അവരതും കൊണ്ട് കടന്നു കളയുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. കരുതണമായിരുന്നു. രണ്ട് സ്ത്രീകളും ഒരു കിഴവനും നിന്നെ പറ്റിച്ച് മണിമാലയും കൊണ്ട് കടന്നു കളഞ്ഞുവെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവുകേട് കൊണ്ട. 1000 ആവർത്തി നിന്നോട് ഞാൻ ചോദിച്ചു എല്ലാം ഓക്കെ അല്ലേന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? എല്ലാം നിന്റെ കയ്യില് ഭദ്രമാണെന്ന്. നിന്റെ മനസ്സിലും ആ വാശിയും ദേഷ്യവും ഉള്ളതുകൊണ്ടാ ഞാൻ ഒന്നിലും കേറി ഇടപെടാത്തത്. എന്നിട്ടിപ്പോ തലയും കുനിച്ച് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതിപ്പോ എത്ര ദിവസമായി? നീ അതേക്കുറിച്ച് ഓർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ചേച്ചി. 10ാം വയസ്സ് മുതല് എന്റെ ഉറക്കം കടത്തുന്ന സ്വപ്നമായിട്ട് ഞാൻ എന്നെ കൊണ്ടു നടക്കുന്നതാ. എന്റെ കൈകൊണ്ട് ആ കിഴവൻ തമ്പുരാനെയും തമ്പുരാട്ടിയും തീർക്ക, അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് ഞാൻ നടത്തി കഴിഞ്ഞു. രണ്ടാമത്തേത് മണിമാല കൈക്കലാക്കുക. എന്റെ അച്ഛന്റെ ജീവന്റെ വിലയുണ്ട് ആ മണിമാലയ്ക്ക്. അതിനി ആരുടെ കയ്യിലായിരുന്നില്ല ശരി, അവരെ കൊന്നിട്ട് ഞാൻ അത് ചേച്ചിയുടെ കാൽക്കഴി കൊണ്ടുവെക്കും. അത് കഴിഞ്ഞിട്ടേ നരിക്ക് വിശ്രമമുള്ളൂ.